ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും AI ടൂളുകളെ ആശ്രയിക്കുക. ഒരു ഇമേജ് എങ്കിലും ജനറേറ്റ് ചെയ്യാതെ ChatGPT ജെമിനിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇമേജ് എങ്കിലും ജനറേറ്റ് ചെയ്യാത്ത ആരും തന്നെ ഈ വീഡിയോ ഒരു പക്ഷേ കാണുന്നുണ്ടാവില്ല. എന്നാൽ പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു ഡൗട്ടാണ്, പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ്, ഇതിൻ്റെയൊക്കെ പ്രൈവസി, നമ്മൾ കൊടുക്കുന്ന ഡാറ്റയുടെയൊക്കെ പ്രൈവസിയുടെ അവസ്ഥ എന്താണ്? അത് അവർ കളക്ട് ചെയ്യുന്നുണ്ടോ, അത് മറ്റു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ, വേറെ ആരെങ്കിലും ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കുന്നത് കാണാം. ഇന്ന് നമുക്ക് ഇതിന്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ മൈ നെയിം ഈസ് സദീദ് അമീൻ. നമ്മൾ ഇന്ന് പ്രൈവസിയെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാം. പ്രൈവസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ how your data is collected, used, stored and protected എന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. കളക്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നമ്മുടെ പെർമിഷൻ എടുത്തിട്ടാണോ, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ മാത്രമാണോ കളക്ട് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് അത് കളക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കും, നമ്മുടെ ആൻസർ തരാൻ വേണ്ടി മാത്രമാണോ ഉപയോഗിക്കുന്നത്, അതല്ല അവർ മറ്റു പല പർപ്പസിന് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ടോ, അത് പിന്നീട് സൂക്ഷിച്ചു വെക്കുന്നുണ്ടോ, എത്ര കാലം അത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്, വേറെ ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രൈവസിയുമായി ബന്ധപ്പെട്ടിട്ട്. അത് കാലകാലോടെ പ്രൊട്ടക്ട് ചെയ്യുകയാണോ അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുകയാണോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ ടൂളുകൾക്കും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. ഇത് പല രീതിയിലാണ്, പല ടൂളുകളും പല സ്റ്റാൻഡേർഡുകളും ഈ പ്രൈവസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പല രാജ്യത്തും പല നിയമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. IT നിയമങ്ങളാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ AI വന്ന ശേഷം നിയമങ്ങൾ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരം കൂടിയാണ്. ഈ ഡാറ്റ പ്രൈവസി എന്ന് പറയുമ്പോൾ നമ്മുടെ AI ടൂളുകൾ മാത്രമല്ല കേട്ടോ, നമ്മൾ ഫോണിലും സിസ്റ്റത്തിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയർ ടൂളുകൾക്കും ഇതൊക്കെ ബാധകമാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഒരുപാട് ലോൺ ആപ്പുകളൊക്കെ നമ്മൾ നിരോധിക്കുന്നത് കണ്ടു കേന്ദ്ര സർക്കാർ. അപ്പൊ അവരൊക്കെ നമ്മുടെ ഡാറ്റ എടുക്കുന്നുണ്ട്. പല ആപ്പുകളും നമ്മുടെ പെർമിഷൻ കൂടാതെ എടുക്കാനുള്ള പല വിദ്യകളും ഒക്കെ ഇതിന്റെ പിന്നിൽ വെക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന പെർമിഷൻസ് ശ്രദ്ധിക്കാത്തത് കൊണ്ടും നമ്മുടെ ഡാറ്റ എടുക്കാറുണ്ട്. സോ ഇവിടെ ഞാൻ ഇതിന്റെ വളരെ ഫേക്ക് ആയിട്ടുള്ള ആപ്പുകൾ അല്ലെങ്കിൽ മലീഷ്യസ് ആയിട്ട് കൊണ്ടുവരുന്ന ആപ്പുകളെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ChatGPT പോലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ആപ്പുകളിൽ നമ്മൾ ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഫേക്ക് ആയിട്ടില്ല, നമ്മൾ അറിയാതെ വരുന്ന വൈറസുകൾ, മലീഷ്യസ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, ഇതൊക്കെ നമ്മുടെ ഡാറ്റ എടുക്കുന്നുണ്ട്. അതിനെ കുറിച്ചല്ല ഇന്നത്തെ ഡിസ്കഷൻ. ഇത് ആക്ച്വലി വൈറസ് ആണ്, നമുക്ക് വലിയ ത്രെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ AI ടൂളുകൾ നമ്മൾ അനുമതി കൊടുത്ത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ChatGPT ജെമിനി പോലുള്ള ടൂളുകൾ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൂളുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അതിൽ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടിച്ചു വിടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒരു പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവും. അതിൽ വ്യക്തമായിട്ട് എഴുതി വെക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വായിക്കുന്നില്ല. ഇത് അവരുടെ റിസർച്ച് പർപ്പസിന്, ഇന്റേണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് എഴുതി വെക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ പല ക്ലയന്റുകൾക്കും വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവർ ചോദിക്കും, ഈ ഡാറ്റ കോൺഫിഡൻഷ്യൽ ആണ്, ഇത് പുറത്തു പോകാൻ പറ്റില്ല, ഞങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡാറ്റയാണ് എന്നൊക്കെ പറയുന്ന നമ്മളോട് ചോദിക്കുന്നത് കാണാം. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത്, AI ടൂളുകൾ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ChatGPT അല്ല, ChatGPTയുടെ എന്റർപ്രൈസ് വേർഷൻ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ChatGPTയുടെ പ്രൈവസി പോളിസി എടുത്തു കഴിഞ്ഞാൽ ഇത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പ്രൈവസി പോളിസി നോർമൽ ChatGPTയിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ, സ്ക്രീനിൽ കാണാൻ കഴിയും. ഇനി അതുപോലെ തന്നെ ChatGPTയുടെ എന്റർപ്രൈസ് വേർഷന്റെ പ്രൈവസി പോളിസി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെ അവരുടെ ഡാറ്റ പ്രൊട്ടക്റ്റഡ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. സോ ഡാറ്റ അവർ പുറത്തേക്ക് പോകുന്നില്ല, മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. അതാണ് എന്റർപ്രൈസ് വേർഷൻ. പെയ്ഡ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കോസ്റ്റ് കൂടുതലാണ്. അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമാണ് നമുക്ക് എന്റർപ്രൈസ് വേർഷനുള്ളത്. അപ്പോൾ ഇത്തരം വർക്കുകൾ നിങ്ങൾ AI ബന്ധപ്പെട്ടിട്ട് ഒരു ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാണ്, ക്ലയന്റിന്റെ വർക്ക് എടുത്ത് ചെയ്യാണ്. പ്രത്യേകിച്ച് US യൂറോപ്പിലുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ബോധവാന്മാരാണ്. അപ്പോൾ അവരുടെ വർക്കൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്യാണ്, ഓൺലൈനിലായിട്ട് നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം ഉത്തരം കൊടുക്കുന്ന സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചില കോംപ്ലൈൻസിനെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മൾ എടുക്കുന്ന വേർഷൻ, നമ്മൾ എടുക്കുന്ന സോഫ്റ്റ്വെയർ ടൂളുകളുടെ പ്രൈവസി പോളിസി നമ്മൾ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. അതായത് പ്രൈവസി നൽകുന്ന ടൂളുകളുണ്ട്, പ്രൈവസി ഇല്ലാത്ത വേർഷനും ഉണ്ട്. അതായത് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അവർ ആ പ്രൈവസി പോളിസിയിൽ പറയുന്ന പ്രകാരം നമ്മുടെ ഡാറ്റ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ടൂളുകളുണ്ട്. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ അത് ക്ലിയർ ആവും, വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള വേർഷനുകളിലൊന്നും ഈ പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. അവരുടെ റിസർച്ച് പർപ്പസിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അത് അവർ ഉപയോഗപ്പെടുത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കോംപ്ലയൻസുകൾ എന്ന് പറയുന്നത് GDPR അതുപോലെ HIPAA തുടങ്ങിയ കോംപ്ലയൻസുകളാണ്.
എന്താണ് ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് റൂളുകളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ GDPR യൂറോപ്പിലാണ്. ഹിപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് US ഹെൽത്തുമായി ബന്ധപ്പെട്ടത് ഡാറ്റകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ പലപ്പോഴും ഇത് വളരെ നിസ്സാരമാണെന്ന് കരുതാം. ഇപ്പോൾ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നമുക്കറിയാം, ഒരു നാട്ടിലേക്ക് അവിടുത്തെ ഹെൽത്ത് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ, അവിടെ ഹോസ്പിറ്റലുകളുടെയൊക്കെ ഹെൽത്ത് ഡാറ്റ എല്ലാം കളക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഏത് മെഡിസിൻ ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് യുദ്ധത്തിലേക്ക് ഉപയോഗിക്കാൻ ഇത്തരം ഡാറ്റകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യുദ്ധത്തിൽ മാത്രമല്ല, ബിസിനസ് ആയിട്ടും ഒരു നാടുമായി ബന്ധപ്പെട്ട പല സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഡാറ്റ കൊണ്ട് തീരുമാനം എടുക്കാനും അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാക്കണമെങ്കിലൊക്കെ ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വാല്യബിളും ആണ് ഈ ഡാറ്റ. നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. പൊതുവെ ഇന്ത്യക്കാരെ പറ്റി പറയാറുണ്ട്, ഈ ഡാറ്റയൊക്കെ കൊടുത്താൽ ഫ്രീ ആയിട്ടുള്ള വേർഷൻസ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പക്ഷേ ഇതിലേക്ക് ഫ്രീലാൻസ് ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി നന്നായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ GDPR അല്ലെങ്കിൽ ഹിപ്പ ഈ കോംപ്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രകാരം, അതിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരമായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇനി ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇവർ പ്രൈവസി പോളിസിയൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കൂടുതൽ ക്യാഷ് മേടിക്കുന്നുണ്ട്, ഇത് അവർ പാലിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ GDPR ആയിട്ട് അവർ GDPR കോംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു ടൂള് യൂറോപ്പിലുള്ള നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിൽ നമ്മുടെ ഡാറ്റ വയലേറ്റ് ചെയ്യാണ്, ഡാറ്റ പുറത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് അവർ നമുക്ക് തരാൻ ബാധ്യസ്ഥരാകും. അപ്പോൾ അത്തരം കേസുകൾ പൊതുവെ അവർ ഒഴിവാക്കും. അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം ഡാറ്റ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് അവരുടെ റിലയബിലിറ്റിയെ ബാധിക്കും. വലിയൊരു തുക തന്നെ അതിന് അവർ നഷ്ടപരിഹാരമായിട്ട് തരേണ്ടി വരും. അപ്പോൾ നമ്മളൊരു ക്ലയൻറ്റിന് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ പ്രൈവസി കൺസേൺ ആണ്, അവരുടെ ഫിനാൻഷ്യൽ ഡാറ്റയാണ്, അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡാറ്റയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളത് ഓട്ടോമാറ്റിക് ചെയ്യും. നമ്മൾ ഉപയോഗിക്കേണ്ട ടൂള് നമ്മൾ GDPR കോംപ്ലൈൻ്റ് ആയിട്ട് ഉപയോഗിക്കണം. ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഹിപ്പ കോംപ്ലൈൻ്റ് ആയിട്ടുള്ളത് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ഇതുമായി കൂടുതൽ കോംപ്ലൈൻസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് പഠിച്ചിട്ട് ഏത് ഫീൽഡിലുള്ള ഡാറ്റയാണ്, എന്തുമായി ബന്ധപ്പെട്ട ഡാറ്റയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോംപ്ലൈന്റ് അനുസരിച്ചിട്ടുള്ള ടൂളുകൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ. മാത്രമല്ല, ഇത്തരം ടൂളുകൾ ഉപയോഗിച്ചാൽ മാത്രമേ പലപ്പോഴും പല പ്രൊജക്റ്റുകൾക്കും നമുക്ക് അനുമതി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ നമ്മൾ ആദ്യം അൽഗോരിതമൊക്കെ അപ്രൂവ് ചെയ്യുന്നതായിരുന്നു. അന്ന് ഈ നോക്കൗട്ട് ടൂളുകളൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ എഴുതലായിരുന്നു അവിടെ. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം അൽഗോരിതമൊക്കെ അപ്രൂവ് ചെയ്തിട്ട് C++ അല്ലെങ്കിൽ റസ്റ്റിലൊക്കെയാണ് പ്രോഗ്രാം എഴുതി സ്കാനിങ് പോലുള്ള ഡിവൈസുകൾക്കാണ് എഴുതിയിരുന്നത്. അപ്പോൾ അത് അപ്രൂവ്ഡ് ആയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പെർട്ടിക്കുലർ ഫോർമാറ്റ് ഒക്കെ ഉണ്ട്, അതിൽ വേണം അത് എഴുതാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ AI ടൂളുകൾ ഉപയോഗിക്കുമ്പോഴും ഇത്തരം കോംപ്ലയൻസുകൾ അനുസരിച്ചുള്ള AI ടൂളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഡാറ്റകൾ, കോൺഫിഡൻഷ്യൽ ആയുള്ള ഡാറ്റകൾ കൈകാര്യം ചെയ്യാൻ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിനോ വേണ്ടിയിട്ട് ആ രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മളൊരു വർക്ക് എടുക്കുന്ന സമയത്ത് നമ്മളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മളൊരു ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഡാറ്റ സെക്യൂരിറ്റി വേണം, ഡാറ്റ പ്രൈവസി വേണമെന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ടൂളുകളെല്ലാം ഹിപ്പ കോംപ്ലയൻസ് ആ പ്രകാരമുള്ളതാണ് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആക്ച്വലി ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്ന ടൂളുകളെല്ലാം ഹിപ്പ കോംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ടൂളുകളുടെ പ്രൊവൈഡേഴ്സിനാണ് പ്രശ്നം. അവരാണ് അതിന് കേസ് അല്ലെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം തരേണ്ടി വരിക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മളെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും നമുക്ക് കോൺഫിഡൻഷ്യൽ ആയുള്ള ഡാറ്റകൾ നമ്മൾ ഫ്രീ വേർഷനിൽ ഷെയർ ചെയ്യാതിരിക്കുക. നമുക്ക് അതിന് പകരം പല മെത്തേഡുകളുണ്ട്. ഒന്ന് നമുക്ക് ഉള്ളത് സെൽഫ് ഹോസ്റ്റിംഗ് ആണ്. സെൽഫ് ഹോസ്റ്റിംഗ് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ AWS പോലുള്ള സെർവറുകൾ എടുത്തിട്ട് നമുക്ക് അവിടെ ഹോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിന് പല ലിമിറ്റേഷൻസും ഉണ്ട്. നമുക്ക് ഇതിന്റെ കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ മോഡലുകളും സെൽഫ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പല AI ടൂളുകളും നമുക്ക് സെൽഫ് ഹോസ്റ്റിൽ അവൈലബിൾ അല്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നമ്മൾ ChatGPT ഷെയർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള AI ടൂളുകളിൽ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മളെ പ്രോംപ്റ്റുകളാണ്. ഈ പ്രോംപ്റ്റുകളൊക്കെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ പ്രോംപ്റ്റുകൾ നമ്മളെ പാസ്വേഡുകളും നമുക്ക് രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളും നമ്മൾ കൈമാറാതിരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ സെൽഫ് ഹോസ്റ്റിംഗ്, നമുക്ക് പറ്റുന്ന കുറേ കാര്യങ്ങൾ സെൽഫ് ഹോസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്ത് തന്നെ നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള സെർവറിന്റെ അകത്ത് തന്നെ ആ വിവരങ്ങൾ അവൈലബിൾ ആയിരിക്കും. ഇതൊരു ഓപ്ഷനാണ്. പക്ഷെ എല്ലായ്പ്പോഴും നമുക്കത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊരു വസ്തുത കൂടിയാണ്. നമ്മുടെ മെഡിക്കൽ ഡാറ്റ, പാസ്വേഡുകൾ, ബാങ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ക്ലയന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തുടങ്ങി കോൺഫിഡൻഷ്യൽ ആയുള്ള ഡാറ്റകളൊക്കെ ഒരിക്കലും നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു AI ടൂളുമായിട്ട് ഷെയർ ചെയ്യരുത്. അവരത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവരതിന് കാരണക്കാരല്ല.
നമ്മൾ മാത്രമാണ്. കാരണം നമ്മൾ ആ ടൂളുകൾ ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രൈവസി ഓൺ ചെയ്ത് കൊടുത്തു, പ്രൈവസിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അല്ലെങ്കിൽ നമ്മളത് ഓക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എഗ്രി കൊടുത്തിട്ടുണ്ട്, അവർക്ക് അത് ഉപയോഗിക്കാനുള്ള അനുമതി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ തന്നെയാണ് അതിൽ കാരണം നമ്മൾ ഇത്തരം വിവരങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ നിയമങ്ങളൊക്കെ ഒരുപാട് പിന്നിലാണ്. പ്രൈവസിയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഓരോ വിഷയത്തെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാനുണ്ട്. കൂടാതെ നമ്മുടെ ഈ നിയമങ്ങൾ നമ്മുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേയുള്ള IT നിയമങ്ങളാണ്. ഇത് പലപ്പോഴും ഗവൺമെന്റ് അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ ടെക്നോളജിയുടെ കൂടെ എത്തുന്നില്ല. പല പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷമാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പവർഫുൾ ആണ്, പക്ഷെ പ്രൈവസി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ ഒരുപാട് ഫേക്ക് ആപ്പുകളും മറ്റു നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന കുറെ ആപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്നത്തെ ഡിസ്കഷനിൽ വന്നിട്ടില്ല. സോ അതിനെ കുറിച്ചിട്ടല്ല, നമ്മൾ തന്നെ എഗ്രി ചെയ്ത് കൊടുത്ത് നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ നമ്മളെല്ലാ സമ്മതം കൊടുത്തിട്ടുള്ള നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളെ കുറിച്ച് മാത്രമാണ് ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത്. GDPR, HIPAA തുടങ്ങിയ കോംപ്ലയൻസുകളെ കുറിച്ചിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളും അതിന്റെ ഡിഫറെന്റ് വേർഷനുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്റർപ്രൈസ് വേർഷനുകളെ കുറിച്ചിട്ടൊക്കെ ഞാൻ ചെറിയൊരു ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടൂളുകൾ, പവർഫുൾ ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കുക, റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.